ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷൻ നമ്മൾ ജാബ് പഠിച്ചു, ക്രോസ് പഠിച്ചു. ആകെ 2 പഞ്ചസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, 1 and 2. ഇന്ന് നമ്മൾ 3 and 4 ഈ 2 പഞ്ചുകൾ, അതായത് ലീഡ് ഹുക്കും റിയർ ഹുക്കും, ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ലീഡ് ഹുക്ക്. അതായത് എൻ്റെ സ്റ്റാൻസ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് പൊസിഷനാണ്. ഇതിൽ എൻ്റെ ലീഡ് ഹുക്ക് എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്. ഇപ്പം ഞാൻ സൗത്ത് പോ ആണെങ്കിൽ എൻ്റെ ലീഡ് ഹുക്ക് എന്ന് പറയുന്നത് എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നോർമലായിട്ട് ബോക്സിങ് പൊസിഷനിലേക്ക് വരുന്നു. നോർമലി നിങ്ങൾക്കെല്ലാം, ഇപ്പം നിങ്ങളൊരു ഓൾറെഡി ബോക്സിങ് പഠിച്ചിട്ടുള്ള ഒരാളാണ്, അല്ല നിങ്ങൾ ബാക്കി യൂട്യൂബ് വീഡിയോസ് എല്ലാം നോക്കിയിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നൊരു മെത്തേഡ് ഉണ്ട്. എന്താണ്? നമ്മൾ റിസ്റ്റിനെ നോർമലായിട്ട് തമ്പിനെ പുറത്തേക്ക് വെക്കുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് 90 ഡിഗ്രി വരുന്ന രീതിയിൽ പിടിക്കണം. ആൻഡ് 90 ഡിഗ്രി, ഇവിടെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആൻഡ് ഈ ഒരു ആംഗിളും 90 ഡിഗ്രി. ഒന്നുകൂടെ പറയുന്നു, അതായത് എൻ്റെ റിസ്റ്റും എൻ്റെ ഷോൾഡറും ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആൻഡ് എൻ്റെ സൈഡ് ഇതും എനിക്ക് 90 ഡിഗ്രി. ഇത് രണ്ടും 90 ഡിഗ്രിയിൽ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹീലിനെ ലൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ബോഡി വെയ്റ്റിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് സ്ലിപ്പ് ചെയ്യുക. അഗൈൻ ഇതിനെ എന്ത് ചെയ്യുന്നു? മൊത്തമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് യൂട്യൂബിൽ പറഞ്ഞു തരുന്ന നമ്മുടെ ലീഡ് ഹുക്ക്. എന്നാൽ ഇതിൽ ഞാൻ ചെറിയൊരു വേരിയേഷൻ വരുത്തുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഹുക്ക് എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രിയിൽ തന്നെ ചെയ്യണം എന്നില്ല. ഫസ്റ്റ് കാര്യം, ഹുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡത്തിൽ ചെയ്യണമെന്ന് ഒരു റൂളില്ല. സെക്കൻഡ്, നിങ്ങൾക്ക് എൻ്റെ ഹൈറ്റ് 173 ആണ്. എന്നേക്കാൾ ഹൈറ്റുള്ള ഒരു ഒപ്പോണൻറ്റിൻ്റെ മുഖത്തേക്ക് എനിക്ക് ഒരു കാരണവശാലും എൻ്റെ ലീഡ് ഹുക്കിന് എനിക്ക് ഈ ഒരു അളവിൽ എനിക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അയാളെ ഫേസ് എവിടെയാണ്? ഞാൻ എങ്ങനെ അയാളെ ഫേസ് എന്നേക്കാൾ ടോപ്പിലാകുമ്പോൾ ഞാൻ എങ്ങനെ ഹിറ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് പക്ഷേ അയാളുടെ ബോഡിയിലേക്ക് പറ്റും, എനിക്ക് ഹെഡിലേക്ക് പറ്റില്ല. എന്നാൽ എനിക്ക് അയാളെ ഫേസിന് നേരെ എന്ത് ചെയ്യാം? എനിക്ക് ഹുക്ക് എന്ന പഞ്ച് ത്രോ ചെയ്യാം. പക്ഷെ ആ സമയത്ത് എല്ലാ ആംഗിളും, ഈ ഒരു ആംഗിളൊന്നും നമുക്ക് ഈ 2 ആംഗിളും 90 ഡിഗ്രിയിൽ കീപ്പ് ചെയ്ത് പഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളൊരാളുടെ ഫേസിനെ സ്ലാപ്പ് ചെയ്യാണ്. നിങ്ങളെങ്ങനെയാണ് സ്ലാപ്പ് ചെയ്യുക? കൈ നമ്മുടെ സൈഡിൽ നിന്ന് എടുത്ത് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? നിന്ന സ്ഥലത്തുനിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഹിപ്പിനെയും നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ ടോയും എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഒരു ശക്തിയായിട്ട് നമ്മളൊരാളുടെ ഫേസിനെ സ്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. നമ്മൾ വെറുതെയും സ്ലാപ്പ് ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്തുണ്ടാവില്ല? പവർ ഉണ്ടാവില്ല. പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി നിങ്ങളറിയാണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സ്ലാപ്പ് ചെയ്യാൻ പോവാറ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹുക്ക് ചെയ്യുന്ന സമയത്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇതിൽ ലീഡ് ഹുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു 90 ഡിഗ്രി. നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, അതിൽ നിങ്ങൾക്ക് ഒപ്പണൻറ്റിൻ്റെ ദേഹത്ത് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി 2 ആംഗിളും 90 ഡിഗ്രി വരുന്ന സ്റ്റൈൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറഞ്ഞ ഹൈറ്റ് ഈ സമയങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ആ ഹൈറ്റ് കുറഞ്ഞ ആൾ നിങ്ങളുടെ ഫേസ് ലെവലിലേക്ക് വന്ന് നിൽക്കണം. അതൊരിക്കലും ബോക്സിങ്ങിൽ ചെയ്യില്ല. സെറ്റ്. അപ്പോൾ എങ്ങനെയാണ്? ഗാർഡപ്പ് ചെയ്യുന്നു. എൻ്റെ അതായത് ലീഡ് ഹുക്കിന് വേണ്ടി ഞാൻ സ്ലൈറ്റ്ലി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നു. സ്ലിപ്പ് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടില്ല. 1-2 ക്ലാസ്സിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് അത് എടുത്തു തന്നെ. ഡിഫൻസീവ് മൂവ്മെൻറ്റ്സിൽ പെടുന്നതാണ് സ്ലിപ്സും ഡിപ്പും കാര്യങ്ങളെല്ലാം. അത് നിങ്ങൾക്ക് എടുത്തിരുന്നതാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാര്യം മനസ്സിലാക്കുക. ലെഫ്റ്റിലേക്ക് ബോഡീനെ സ്ലൈറ്റ്ലി എന്തായിരുന്നു? ഹിപ്പിനെ ടിൽറ്റ് ചെയ്യുന്നു. ആ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വരേണ്ടത് ഹിപ്പ് റൊട്ടേഷൻ. അതിനുശേഷം നമ്മളെ ലെഗ്
ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ലെഗ് പ്ലസ് ഹാൻഡ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരിക. ഇപ്പം നിങ്ങളെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ ഗാർഡ്, ഈ ഗാർഡിനെ ഞാൻ ആദ്യമേ വൈഡാക്കി കൊണ്ടുവരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഹിറ്റ് ചെയ്യാൻ എൻ്റെ ഒപ്പണൻ്റ് ഓക്കെ എനിക്ക് ഇവിടെ ഫേസിൽ ഞാൻ അയാളുടെ ഇൻസൈഡ്, നമ്മൾ ഹുക്കെന്ന് പറയുന്നത് ക്ലോസ് റേഞ്ച് ചെയ്യുന്ന പഞ്ചാണ്. അപ്പോൾ അയാൾ ഓൾമോസ്റ്റ് എന്തായിരിക്കും, എൻ്റെ ഫ്രണ്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സൈഡിലേക്കാണ് സ്ലിപ്പ് ചെയ്തത്. എങ്ങനെ പോയാൽ അയാൾ എൻ്റെ എന്തായിരിക്കണം, എൻ്റെ ഫേസിൻ്റെ റൈറ്റ് സൈഡിനോട് ചേർന്നിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയാളുടെ ഒരു പഞ്ചിനെ സ്ലിപ്പ് ചെയ്ത് മാറുന്നു. പഞ്ച് വരുന്ന സമയത്ത് ആദ്യം ഹിപ്പിനെ തിരിക്കുന്നു. ആ തിരിച്ച് മുകളിലെത്തുമ്പോൾ ടോയും തിരിയും. എൻ്റെ ഫേസിൽ നിന്ന് എൻ്റെ ഗാർഡിനെ ഞാൻ എന്ത് ചെയ്തു, സ്ലൈറ്റ്ലി വൈഡാക്കി ഇവിടെ ഞാൻ ഷോൾഡർ എന്ത് ചെയ്തു, ലോക്ക് ചെയ്ത്. ഈ ലോക്ക് ചെയ്തതിനെ ആ സർക്കുലർ മോഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, പവർ വരും. അപ്പം എങ്ങനെയാണെന്ന് നോക്കൂ. ഇതാണ് പൊസിഷൻ വരെ. ഇവിടെ എന്താണ്, എൻ്റെ ഷോൾഡർ എനിക്കൊരു ഗാർഡാണ്. കൂടാതെ ഹിപ്പിനെ ഞാൻ എന്ത് ചെയ്യുന്നു, തിരിക്കുന്നു. എൻ്റെ ഹീല് ടോ തിരിയുന്നുണ്ട്. ആംഗിള് ഇവിടെ 90 ഡിഗ്രി കീപ്പ് ചെയ്യുന്നു ഫോർ മാക്സിമം എന്ത് ചെയ്യുന്നു, ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇവിടെ ഞാൻ 90 ഡിഗ്രി കീപ്പ് ചെയ്യുന്നു. റിസ്റ്റ് ബെൻഡ് ചെയ്യുന്നില്ല. തമ്പ് സീലിങ്ങിന് ടുവാർഡ്സ് ആയിരിക്കണം, ചരിക്കരുത്. നിങ്ങളുടെ നെക്കിളായിരിക്കണം ആദ്യം ലാൻഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലീഡ് ഹുക്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് തന്നെ നമ്മളെയൊക്കെ ഹൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക,